നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുമായി മിഡ് ഡേ ന്യൂസ് ആരംഭിക്കാൻ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പരിശോധിക്കാം പ്രധാന വാർത്തകൾ. കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. മുൻ റെയിൽവേ മന്ത്രി അശ്വിനി കുമാർ കോൺഗ്രസ് വിട്ടു. കോൺഗ്രസ് വിട്ടത് പഞ്ചാബിലെ പ്രമുഖ നേതാവ്. കാലിത്തീറ്റ കുംഭകോണത്തിലെ അവസാന കേസിലും ലാലു പ്രസാദ് കുറ്റക്കാരൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഭരണഘടനാ സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ താൽപര്യത്തിന് ഉപയോഗിക്കുന്നതായി എസ് രാമചന്ദ്രൻ പിള്ള. മുതലാളിത്ത വ്യവസ്ഥയിൽ രാജ്യത്തും ലോകത്തും അസമത്വം വർദ്ധിക്കുന്നതായി SRP. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് കണിച്ചുകുളങ്ങരയിൽ തുടക്കം. റഷ്യ ഉക്രൈൻ സംഘർഷം യുദ്ധത്തിലേക്കെന്ന ആശങ്ക. അവസാനവട്ട സമാധാന നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ഉക്രൈൻ വിടാൻ ഇന്ത്യക്കാരോട് വിദേശകാര്യ മന്ത്രാലയം. KCB ചെയർമാനോട് വിശദീകരണം തേടുമെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി. വിവാദങ്ങൾ അന്വേഷിക്കും. ഫേസ്ബുക്ക് പോസ്റ്റ് തന്റെ അറിവോടെയല്ലെന്നും മന്ത്രി. വൈദ്യുത വകുപ്പിൽ എല്ലാ കാര്യങ്ങളും നിയമപരമായാണ് നടന്നിട്ടുള്ളതെന്ന് മുൻമന്ത്രി M. മണി. മുൻ സർക്കാരിനെ വിമർശിച്ചുവെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമെന്ന് KCB ചെയർമാൻ B. അശോക്. തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജിയെ എതിർത്ത് അതിജീവിത. കേസിൽ കക്ഷി ചേരാൻ നടിയുടെ ആവശ്യം. കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. സ്വപ്ന സുരേഷ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻപാകെ ഹാജരായി. ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 3 കേന്ദ്രങ്ങളിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് പൂക്കോയ തങ്ങളുടെയും MC ഖമറുദ്ദീന്റെയും വീടുകളിൽ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. റയൽ മാഡ്രിഡ് PSG ഗ്ലാമർ പോരാട്ടം പുലർച്ചെ. മാഞ്ചസ്റ്റർ സിറ്റിക്കും ഇന്ന് മത്സരം. ഇപ്പോൾ ഡിവൈഎഫ്ഐ രാജ്ഭവൻ മാർച്ചിൽ A. റഹീം സംസാരിക്കുകയാണ്. അതിലേക്ക്. പതിറ്റാണ്ടിലേറെ കാലമായി രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നിയോ ലിബറൽ സാമ്പത്തിക നയത്തിന്റെ ബാക്കി പത്രമാണ്, ബാലൻസ് ഷീറ്റാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വായിച്ച കണക്ക് പുസ്തകം. ഇത് നമുക്ക് മാറ്റിമറിക്കാനാണ്. ഈ സാമ്പത്തിക നയത്തിനെതിരായ മഹാസമരമാണ് രാജ്യത്ത് ശക്തിയായി ഉയർന്നു വരേണ്ടത്. അതിൽ കർഷകർ അവരുടെ റോൾ നിർവഹിച്ചു. ഇനിയും ആ സമരം ശക്തിപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, പടുവൃദ്ധരായ കർഷകർ ജീവിത സായാഹ്നത്തിലെത്തിയ ആ കർഷകർ ഇന്ത്യയിൽ നടത്തിയ ഐതിഹാസികമായ പ്രക്ഷോഭം, അതിന്റെ വിജയം ഭരണകൂടത്തിന് മുട്ടുമടക്കേണ്ടി വന്നു. അവരുടെ മുമ്പിൽ കൊടും തണുപ്പായിരുന്നു ഡൽഹിയിൽ. ചരിത്രത്തിലെ ഏറ്റവും വലിയ തണുപ്പ് ഡൽഹിയിൽ രേഖപ്പെടുത്തുമ്പോഴും പിന്തിരിഞ്ഞു പോകാതെ ആ മനുഷ്യർ ആ തെരുവിൽ കിടന്നു മഞ്ഞുമഴ ഏറ്റുവാങ്ങി. കൊടും ചൂടേറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ അതേറ്റുവാങ്ങി. പ്രകൃതി സൃഷ്ടിച്ച വൈതരണികളോടും ഭരണകൂടം സൃഷ്ടിക്കുന്ന ബാരിക്കേഡുകളോടും ഒരുപോലെ അവർ പൊരുതി. അങ്ങനെ പടപൊരുതി നമുക്ക് ആവേശം പകർന്നിരിക്കുകയാണ് ഇന്ത്യയിലെ കർഷകർ. ആ സമര വിജയത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ രാജ്യത്തെ ശക്തിയായി ഉയർന്നു വരാൻ പോകുന്ന പ്രക്ഷോഭം ഇന്ത്യയിലെ യൗവനത്തിന്റെ സമരമാണ്. തൊഴിലില്ലായ്മയ്ക്കെതിരായ ഇന്ത്യൻ യുവതയുടെ മഹാസമരമുന്നേറ്റത്തിനാണ് ഈ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ന് ഈ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ഡിവൈഎഫ്ഐ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഇന്ന് ഈ തിരുവനന്തപുരത്ത് ഇവിടെ രാജ്ഭവന്റെ മുമ്പിൽ നടത്തിയ ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുന്നു. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള ഈ സമരം ഇന്ന് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വരാനിരിക്കുന്ന മഹാസമരങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിർത്തുന്നു. അഭിവാദനങ്ങൾ. ഈ സമരത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി കേന്ദ്രത്തിന്റെ തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നയത്തിന് എതിരെയാണ് ഇപ്പോൾ രാജ്ഭവൻ മാർച്ച് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ A. റഹീം സംസാരിച്ചത്. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പഞ്ചാബിൽ ഫെബ്രുവരി 20-ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിന് തിരിച്ചടി. കോൺഗ്രസ് നേതാവും മുൻ നിയമമന്ത്രിയുമായിരുന്ന അശ്വിനി കുമാർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. 46 വർഷത്തോളം കോൺഗ്രസിൽ പ്രവർത്തിച്ച അശ്വിനി കുമാർ സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും അശ്വിനാണ് ചേർന്നത്. അശ്വിൻ, നേരത്തെ തന്നെ പഞ്ചാബ് കോൺഗ്രസിൽ അല്ലാതെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. സിദ്ധുവും ചന്നിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നതിലും പ്രശ്നങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും പ്രബലനായ ഒരു കോൺഗ്രസ് നേതാവ് രാജിവെക്കുമ്പോൾ കോൺഗ്രസിന് എങ്ങനെയാണ് തിരിച്ചടിയാവുന്നത്? അവിടുത്തെ സാഹചര്യം എങ്ങനെ വിലയിരുത്തണം? ഈ
ജീന, പഞ്ചാബിൽ ഫെബ്രുവരി 20 തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അശ്വിനി കുമാറിന്റെ രാജി. കോൺഗ്രസ് നേതാവും മുൻ നിയമമന്ത്രിയുമായിരുന്നു അശ്വിനി കുമാർ. 46 വർഷത്തോളം കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന അശ്വിനി കുമാർ സോണിയാഗാന്ധിയുടെ അടക്കം വിശ്വസ്തനായിരുന്നു. കോൺഗ്രസ് പ്രതിരോധത്തിലായ എല്ലാ സമയത്തും അശ്വിനി കുമാർ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. G23 നേതാക്കളെ രൂക്ഷമായി വിമർശിക്കുന്നതിലും അശ്വിനി കുമാർ രംഗത്തുണ്ടായിരുന്നു. നിരന്തരം രാഹുൽ ഗാന്ധി പിന്തുണച്ച നേതാവ് കൂടിയായിരുന്നു അശ്വിനി കുമാർ. ഈ ഒരു നേതാവ് കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നത് വളരെ ഞെട്ടലോളം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കോൺഗ്രസിൽ നിന്നും രാജിവെക്കേണ്ടി വരുന്നത് വേദനാജനകമാണെന്നും എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിൽ രാജ്യത്തിൽ പ്രതീക്ഷയില്ലെന്നും രാജിശേഷം അശ്വിനി കുമാർ പ്രതികരിച്ചു. ഇതോടെ പഞ്ചാബിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ തന്നെ പഞ്ചാബിൽ അമരീന്ദർ സിംഗിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും അമരീന്ദർ സിംഗ് ഇപ്പോൾ ബി ജെ പിയോട് കൂടെ മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടി പഞ്ചാബിലുണ്ട്. അതേസമയത്ത് തന്നെ ഗോവയിലെടുക്കുകയാണെങ്കിൽ ലസിംഗോ ഫലേറെ ഉൾപ്പെടെയുള്ള മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ലസിംഗോ ഫലേറോ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിരന്തരം കോൺഗ്രസിൽ നിന്നും പ്രമുഖ നേതാക്കൾ രാജിവെച്ച് BJP-യിലേക്കോ മറ്റ് രാഷ്ട്രീയ കക്ഷികളിലേക്കോ ചേക്കേറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അവസാനം ആയാണ് ഇപ്പോൾ അശ്വിനി കുമാറും രാജിവെച്ചിരിക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് നിലവിൽ നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. 46 വർഷത്തെ കോൺഗ്രസ് സേവനമാണ് ഇതോടെ അവസാനിക്കുന്നതെന്ന് രാജിക്കുറിപ്പിൽ അശ്വിനി കുമാർ വ്യക്തമാക്കുകയും ചെയ്യുകയുണ്ടായി. അതേസമയത്ത് തന്നെ 37 വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അഡീഷണൽ സോളിസിറ്റർ ജനറലായി അദ്ദേഹം മുന്നേ നിയമിതനാവുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അഡ്വക്കേറ്റ് കൂടിയായിരുന്ന അശ്വിനി കുമാർ കോൺഗ്രസിന് വേണ്ടി നിരന്തരം വാദിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ ഊർജമായി മാറിയ നേതാവായിരുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ രാജി കോൺഗ്രസിന് തലവേദനയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജീന, അശ്വിൻ, ഈ ഇത്രയും പ്രഗത്ഭനായ 46 വർഷത്തോളം കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരു നേതാവ് രാജിവെക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ അടുത്ത ഒരു നേതാവ് കൂടിയായിരുന്നു, രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. പഞ്ചാബിൽ നിലവിൽ കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും ഇദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ലേ? എന്താണ് അത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? നേരത്തെ തന്നെ കോൺഗ്രസിൽ നിന്നും പ്രമുഖ നേതാക്കൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. BJP-യിലേക്കായി കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെയുള്ള ആൾക്കാർ രാജിവെച്ച് BJP-യിൽ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ് അശ്വിനി കുമാർ ചേരുക എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വ്യക്തമാക്കൽ ഉണ്ടായിട്ടില്ല. നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് പാർട്ടിയിൽ ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് രാജിക്കത്തിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ് അശ്വിനി കുമാർ കോൺഗ്രസ് വിട്ടതോടുകൂടി ലഭിക്കുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് വലിയ രീതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നേതൃത്വത്തെ വലിയ രീതിയിൽ വിമർശിക്കുകയും അശ്വിനി കുമാർ ചെയ്തിരുന്നു. നേതൃത്വത്തിൽ പ്രതീക്ഷയില്ല, രാജ്യത്തിന് കോൺഗ്രസിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലും കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 46 വർഷത്തെ പാരമ്പര്യമുള്ള 6 വർഷത്തെ സേവന പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള UPA സർക്കാരിൽ കേന്ദ്രമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ള ഒരു നേതാവ് ഇപ്പോൾ കോൺഗ്രസിന് സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായ നേതാവ് ഇപ്പോൾ രാജിവെച്ചത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ തള്ളിവിടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഫെബ്രുവരി 20 പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പഞ്ചാബിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ അശ്വിനി കുമാർ, മുൻ മന്ത്രി കൂടിയായിരുന്ന അശ്വിനി കുമാർ രാജിവെക്കുന്നത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ആ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജീന, ശരി, അശ്വിനാണ് വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്നും. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. റഷ്യൻ സൈനിക നീക്കം തുടരുന്നതിനിടെ ഇന്ത്യക്കാരോട് രാജ്യം വിടാൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. അതേസമയം റഷ്യൻ സൈനിക നീക്കം തുടരുന്നതിനിടെ പ്രതിസന്ധിക്കയത്തിൽ കുടുങ്ങി ഉക്രൈൻ. പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ തുടർന്ന ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലിൻസ്കി വിഷയത്തിൽ അമേരിക്കൻ ചേരിയുടെയും റഷ്യയുടെയും നിലപാട് എന്താകുമെന്ന ആശങ്കയിലാണ് ലോകം. വിശദാംശങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സിദ്ധാർത്ഥ ചേരുന്നുണ്ട്. സിദ്ധാർത്ഥ, ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞിരുന്നത് അമേരിക്കയുടെ ഒരു നിലപാട് അമേരിക്ക മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ മാത്രമാണെന്നാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ജനങ്ങളോടും വളരെ പെട്ടെന്ന് അവിടുന്ന് തിരിച്ചു വരാൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്താണ് ഉക്രൈനിൽ സംഭവിക്കുന്നത്? അതെ, തീർച്ചയായും. അതായത് ഉക്രൈൻ അതിർത്തിക്ക് അടുത്തേക്ക് റഷ്യൻ സൈന്യം റഷ്യൻ സൈന്യത്തെ ഉക്രൈൻ അടുത്തുള്ള അതിർത്തിയിൽ സംഘടിപ്പിക്കുന്നതിനിടെ
വലിയ അളവിലുള്ള ആശങ്കയാണ് പല രാജ്യങ്ങൾക്കും, പല ലോകരാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി അവിടങ്ങളിലെ പൗരന്മാരോട് തിരികെ എത്താൻ വേണ്ടി പല രാജ്യങ്ങളും അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതേ സമാന സ്വഭാവത്തിൽ ഇന്ത്യക്കാരോടും തിരികെ എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 25,000-ഓളം ഇന്ത്യക്കാരുണ്ട് ഉക്രൈനിൽ. പഠനത്തിൻ്റെ ഭാഗമായി, ജോലിയുടെ ഭാഗമായി എല്ലാം ഉക്രൈനിൽ ജോലി ചെയ്യുന്ന, പഠിക്കുന്ന, പ്രധാനമായിട്ടും MBBS പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം ഇന്ത്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയെല്ലാം അത്യാവശ്യക്കാരല്ലാത്ത എല്ലാവരോടും തിരികെ എത്താൻ വേണ്ടിയാണ് ഇന്ത്യൻ ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടുള്ളത്. എത്രയും വേഗം ടെമ്പററി തിരിച്ചെത്താൻ വേണ്ടിയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് കീവിലെ ഇന്ത്യൻ എംബസിയാണ് ഇത്തരത്തിൽ അവിടുത്തെ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും എല്ലാം ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടങ്ങളിലെ പൗരന്മാരോട് തിരികെ എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി സമാന സ്വഭാവത്തിൽ തന്നെയാണ് ഇന്ത്യൻ എംബസിയുടെയും ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ഇന്ത്യൻ എംബസി ഏതായാലും കൃത്യമായി ഫുൾ ഫ്ലഡ്ജഡായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പല രാജ്യങ്ങളിലെയും എംബസി ഉദ്യോഗസ്ഥരോട് പോലും തിരികെ എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക സാധാരണ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള മറ്റ് അധിക എംബസി ഉദ്യോഗസ്ഥരെയോടെല്ലാം പിന്മാറാൻ വേണ്ടി കീവിൽ നിന്ന് തിരികെ അമേരിക്കയിലേക്ക് എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി വലിയ തരത്തിൽ ഉദ്യോഗസ്ഥരെ പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളും, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. നാറ്റോ രാജ്യങ്ങളെല്ലാം അത്തരത്തിൽ എംബസികളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തുകയോ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നാറ്റോ രാജ്യങ്ങളുടെ എല്ലാം എംബസികൾ. എന്നാൽ ഇന്ത്യൻ സർക്കാരിൻ്റെ എംബസി കൃത്യമായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ആളുകളോട്, ഇന്ത്യക്കാരായ മനുഷ്യരോട് തിരികെ എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്യാവശ്യക്കാരല്ലാത്ത എല്ലാ ആളുകളും തിരികെ എത്താൻ വേണ്ടിയാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇന്ത്യൻ എംബസി. ശരി, സിദ്ധാർത്ഥാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി. ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക്. ക്ഷേമ വകുപ്പിന് കീഴിൽ 392.14 കോടി രൂപയുടെ 7 പദ്ധതികൾക്കും വെസ്റ്റ് കോസ്റ്റ് കനാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ വിപുലീകരണത്തിനായിട്ട് 3 പദ്ധതികൾക്കായിട്ട് 915.84 കോടി രൂപയുടെ പദ്ധതിക്കും കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായിട്ട് എറണാകുളത്ത് അയ്യമ്പുഴയിൽ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ട്രേഡ് എന്ന് പറയുന്ന ഗിഫ്റ്റ് സിറ്റിയുടെ സ്ഥലമേറ്റെടുപ്പിനായിട്ട് 850 കോടി രൂപയുടെ പദ്ധതിക്കും ആയുഷ് വകുപ്പിന് കീഴിൽ കണ്ണൂരിലെ ആയുർവേദ ഗവേഷണ കേന്ദ്രമുണ്ട്. ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ 2ാം ഘട്ട സ്ഥലമെടുപ്പിനായി 114 കോടി രൂപയുടെ പദ്ധതിക്കും അനുമതി നൽകിയിട്ടുണ്ട്. ഇതൊരു വലിയ വിപുലമായ, ഈ വർഷത്തെ ബോർഡ് മീറ്റിങ്ങിൽ വളരെ വിപുലമായ കുറച്ച് പദ്ധതികൾക്കാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായി ദീർഘകാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി ടണൽ റോഡ് നിർമ്മാണം. ടിൻ ടണൽ എന്ന് പറയാവുന്ന 2 ടണലുകൾ വയനാട് മേഖലയിലെ ആ റോഡിൻ്റെ ഇടിഞ്ഞു വീഴുന്ന തടസ്സമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതിന് പരിഹാരം ഉണ്ടാക്കാവുന്ന ടിൻ ടണലാണ് ഈ പദ്ധതി. 2134.5 കോടി രൂപയാണ് ഇതിൻ്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ആ പദ്ധതിക്ക് ഇന്ന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ബാക്കി ഓരോന്നും ഞാൻ ഈ തുക നേരത്തെ പറഞ്ഞാണെങ്കിലും ഒന്നുകൂടി പ്രധാന പദ്ധതികളുടെ ഒന്ന് പറയാം. വെസ്റ്റ് കോസ്റ്റ് കനാൽ വിപുലീകരണം, മാഹി വളപട്ടണം സ്കെച്ച്, അതുപോലെ കോവളം ആക്കുളം ആ സ്ട്രെച്ച്, നീലേശ്വരം ബേക്കൽ സ്ട്രെച്ച്, 3 മേഖലയിലാണ് ഇന്ന് നമ്മൾ ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെയുള്ള പുനരധിവാസത്തിന് പണം അനുവദിച്ചത്. 915 കോടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഗിഫ്റ്റ് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ട്രേഡ് സിറ്റി 850 കോടി രൂപ. ആലുവ മൂന്നാർ റോഡ് നവീകരണത്തിന് സ്ഥലമെടുപ്പിനായിട്ട് 653 കോടി രൂപയാണ്. തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ട മണക്കാട് അട്ടക്കുളങ്ങരയിലുള്ള ഫ്ലൈ ഓവറിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഇപ്പോൾ നേരത്തെ ഒരു ഘട്ടം പണം കൊടുത്തിരുന്നു. ഇപ്പോൾ ആകെ 95 കോടി രൂപയുടെ പണമാണ് അനുവദിച്ചത്. തിരുവനന്തപുരത്തെ പേരൂർക്കട ഫ്ലൈ ഓവർ നിർമ്മാണത്തിന് മുൻപ് അനുമതി നൽകിയതിന് പുറമെ 50 കോടി രൂപ കൂടി ഇപ്പോൾ അനുവദിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. മലയോര ഹൈവേയിൽ ചെറങ്ങനാൽ നേരിയമംഗലം സ്ട്രെച്ച് നവീകരണത്തിനായിട്ട് 65.57 കോടി രൂപ അനുവദിക്കാനാണ് ഇന്നത്തെ ബോർഡ് തീരുമാനിച്ചത്. ആലപ്പുഴ ജില്ലയിലെ തീരദേശ മേഖലകളായ ഒറ്റമേശ്ശേരി, കാട്ടൂർ, പൊള്ളത്തായി, കക്കാഴം, നെല്ലാണിക്കൽ എന്നിവിടങ്ങളിലെ പുലിമുട്ട് നിർമ്മാണം തീരദേശ സംരക്ഷണത്തിനുമായിട്ട് 78.34 കോടി. കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിനായിട്ട് പുതിയ ഒരു നിർമ്മാണ ബിൽഡിങ്ങിനായിട്ട് 31.7 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കായിട്ട് 30.35 കോടി. റാന്നി താലൂക്ക് ആശുപത്രിക്കായിട്ട് 15.6 കോടി
എന്നിങ്ങനെ അനുമതി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ വളരെ വിശദമായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ലിസ്റ്റ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി മാർക്കറ്റുകൾ നമ്മുടെ പഞ്ചായത്തുകൾ 5 കോടിയും 2 കോടി 7 കോടിയൊക്കെ വരുന്ന 5, 7, 6 കോടി വരുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുടെ മാർക്കറ്റുകളുടെ വികസനത്തിനുള്ള വലിയൊരു ലിസ്റ്റ് ഇതിനകത്തുണ്ട്. മറ്റ് പദ്ധതികളുടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 40-ലധികം പദ്ധതികളുടെ ലിസ്റ്റ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇതുവരെ ആയിട്ട് ആകെ ഒരു നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു സ്വഭാവം പറഞ്ഞാൽ സംസ്ഥാനത്തെ വൻകിട അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് റോഡുകൾ, പാലങ്ങൾ, IT, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ള വിതരണം, ഇറിഗേഷൻ, ഗതാഗതം, ടൂറിസം, കായികം, വിദ്യാഭ്യാസം, ഊർജ്ജം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികൾക്കാണ് കിഫ്ബി ഇതുവരെ അനുമതി കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ 50,762 കോടി രൂപയുടെ 955 അടിസ്ഥാന വികസന പദ്ധതികൾ, 955 വളരെ വലിയ അടിസ്ഥാന വികസന പദ്ധതികൾക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു. 20,000 കോടി രൂപയിലധികം വരുന്ന ലാൻഡ് അക്വിസിഷൻ പൂളിൽ ഉൾപ്പെടുത്തി 7 പദ്ധതികൾക്കും അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 70,762 കോടി, 962 പദ്ധതികൾ. ഈ പദ്ധതികളിൽ അംഗീകാരം നൽകിയ പദ്ധതികളിലായിട്ട് 4 ഇന്നുവരെ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ഇന്ന് മീറ്റിംഗ് ചേരുന്നത് വരെ 17,052.89 കോടി രൂപ ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 4,428 കോടി രൂപ പദ്ധതികൾ ഇപ്പോൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഒരു പണം നൽകേണ്ട സ്റ്റേജിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. ഇപ്പോൾ കിഫ്ബി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു മോഡലായി അംഗീകരിക്കപ്പെട്ട നമ്മുടെ നാട്ടിലേക്ക് ദീർഘകാലത്തേക്ക് വേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇപ്പോൾ ചെലവ് ചെയ്യുകയും അത് ജനങ്ങളുടെ നാടിൻ്റെ സാമ്പത്തിക, തൊഴിൽ, സാമൂഹിക ജീവിതത്തിൻ്റെ വികസനത്തിനായിട്ട് വളരെ സഹായകരമായി മാറുന്ന ഒന്നാണെന്നുമുള്ള ആ കാഴ്ചപ്പാട് എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടാണ് കിഫ്ബി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ പുതിയ ചില നയങ്ങളും കിഫ്ബി മോഡലിൽ ചില കാര്യങ്ങൾ അവർ അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ. എന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഇതൊക്കെ വിജയിക്കുമോ, ഇതൊക്കെ നടക്കുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന ആളുകൾക്ക് ഇതൊക്കെ നന്നായി നടക്കും. അതിൽ ഏറ്റവും നല്ല പുതിയ നമ്മുടെ കേരളത്തിൻ്റെ തീരദേശ മേഖലയെയും ഇടനാടിനെയും മലയോര മേഖലയെയും എല്ലാം സംരക്ഷിക്കുന്ന പുതിയ പദ്ധതികളും തൊഴിലവസരങ്ങളും ഉണ്ടാക്കുന്ന നിരവധി പദ്ധതികൾ ഏറ്റെടുക്കാൻ കിഫ്ബിക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ അത് ഇന്നത്തേതോടുകൂടി ആ നിർമ്മാണ പ്രവർത്തനങ്ങളും പുതിയ നിക്ഷേപ പദ്ധതികളും കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് വരും. അത് നിങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനാണ്. വിശദമായ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. അത് നോക്കി അതത് സ്ഥലത്ത് നടക്കുന്ന വിപുലമായ പരിപാടികളെ സംബന്ധിച്ച് അവിടെയും റിപ്പോർട്ട് ചെയ്യുന്നതിന് സഹായകരമായ നിലപാട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കിഫ്ബിയുടെ പ്രോജക്റ്റുകൾ നേരത്തെ സീലിംഗ് പറഞ്ഞ 50,000 കോടി പദ്ധതി കയറ്റി, അതിപ്പോൾ ഈ കൂടുതൽ പദ്ധതി കയറ്റെടുക്കാൻ തന്നെയാണോ തീരുമാനം? ഇപ്പോൾ ഇതിനൊരു അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻ്റ് എന്നൊരു ടേബിളുണ്ട്. നമ്മളിപ്പോൾ എടുക്കുന്ന പണം അടച്ചു തീർക്കുന്നതിന് അത് താങ്ങാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങൾ. ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. കുറച്ച് പദ്ധതികൾ കൊമേഴ്സ്യലി വയബിളായ മീൻസ് നമ്മൾ പണം കൊടുക്കും, അതിൽ നിന്ന് തിരിച്ചടയ്ക്കണം, അങ്ങനെയുള്ള പദ്ധതി വിധി വരുന്നുണ്ട്. കാരണം ചില മേഖലയിലെ പദ്ധതികൾ അങ്ങനെയാണ്. ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കുന്നു, അവർക്കത് ആ പണം വളരെ നല്ല ടൈംസിൽ കിട്ടും, തിരിച്ചടയ്ക്കാൻ പറ്റും. ഇതുപോലുള്ള കുറേ പണം അടക്കമുണ്ട്. മാത്രമല്ല, നമ്മുടെ ഈ ടേബിൾ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ധാരണ അനുസരിച്ചേ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് കൂടുതൽ ഓരോ വർഷവും പ്രഖ്യാപിച്ച് കൂടുതൽ ബാധ്യത ഉണ്ടാക്കുന്ന തരത്തിലേക്കല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. 50,000 കോടിയുടെ ലിമിറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ പിന്നെ ലാൻഡ് അക്വിസിഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിനകത്തൊക്കെ കുറേ ഗവൺമെൻറ്റിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. ആ ലാൻഡ് അക്വിസിഷനിൽ തന്നെ കുറച്ച് പണം റോഡുകൾക്കാണ്, വലിയ നാഷണൽ ഹൈവേയുടെയൊക്കെ വികസനത്തിന് വേണ്ടി വലിയ തോതിൽ പണം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് വേറെ തരത്തിൽ തന്നെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ബൂം ചെയ്യുന്ന തരത്തിലേക്ക് വരും. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് ആ ലിമിറ്റിനകത്ത് നിന്ന് മാനേജ് ചെയ്യാവുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, റവന്യൂ മോഡൽ നേരത്തെ ഉള്ളത് തന്നെയാണ്. കിഫ്ബിയുടെ ആക്റ്റിൽ തന്നെ ഉള്ളതാണ്. അത് വളരെ എഫക്റ്റീവായിട്ട് കൊടുക്കുമ്പം കിട്ടുന്ന തരത്തിലേക്ക് സക്സസ്ഫുള്ളായി നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ മോഡൽ ഉള്ളതാണ്, നേരത്തെ ആക്റ്റിലുള്ളതാണ്. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കൂ, അങ്ങനെ തരത്തിലുള്ള പല ചർച്ചകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല, എബ്രാസ് സാറിന് തന്നെ ഒരു റിപ്പോർട്ട് അവിടെ ഗവൺമെന്റ് ഉണ്ട്, പിന്നെ ശമ്പള കമ്മീഷന്റെ ശുപാർശയുണ്ട്. അല്ല, ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യവും ചർച്ച ചെയ്തിട്ടില്ല. ബജറ്റിലൂടെ വരാമോ? ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ആ കാര്യം പല നിർദ്ദേശങ്ങളുണ്ട്, പല കാര്യങ്ങളും ഈ നിർദ്ദേശങ്ങൾ
പല നിർദ്ദേശങ്ങളും ഉണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പല ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. സർക്കാർ സർവീസിൽ ആളെ കുറയ്ക്കുക, പരമാവധി കോൺട്രാക്റ്റ് ആക്കുക എന്നൊക്കെ പറഞ്ഞൊരു പുതിയ നയം ഇന്ത്യയിലാകെ നടക്കുന്നുണ്ട്. കേന്ദ്ര സർവീസിൽ തന്നെ 18 ലക്ഷത്തോളം പല മേഖലയിലായിട്ട് വേക്കൻസികൾ കിടക്കുന്നുണ്ട്, ഫില്ല് ചെയ്യാതെ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും പല സംസ്ഥാനങ്ങളും നടത്തുന്നുണ്ട്. നമ്മളാണെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഇപ്പം വലിയ തോതിൽ സംസ്ഥാനങ്ങൾ ഈ ആളുകളെ സർക്കാർ ജീവനക്കാരെ എടുക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും കേന്ദ്രം ഏറ്റവും ജനാധിപത്യപരമായി കേരളത്തിന് അർഹമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ട് കൂടാതെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. ഈ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. പക്ഷേ നമുക്കതിനെ തരണം ചെയ്ത് പോകാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിന് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണിത്. ബഡ്ജറ്റല്ല, എന്നാൽ ഏറ്റവും നന്നായിട്ട് നടത്തുന്ന ഒരു മോഡലാണ്. ഇത്തരം കാര്യങ്ങൾ വഴി നമ്മൾ പ്രതീക്ഷിക്കുന്നതിലധികം വലിയ വികസന പ്രവർത്തനങ്ങൾ, അതുവഴി സാമ്പത്തിക രംഗത്തെ വളർച്ച, തൊഴിലവസരങ്ങളെല്ലാം ഉണ്ടാക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തു പോകാൻ കഴിയും. അതുകൊണ്ട് പുതിയ ഒരു ഇങ്ങനത്തെ പ്രപ്പോസലൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല ഇതുവരെ. ബഡ്ജറ്റ് വരാൻ പോകുന്നേ ഉള്ളൂ. യോഗത്തിൽ തന്നെ യുവജന സംഘടനകളുടെ ആശങ്ക AYF ഒക്കെ യോഗത്തിൽ പറഞ്ഞു വാർത്തകൾ പറഞ്ഞിരുന്നു. അല്ല, കിഫ്ബിയുടെ കാര്യത്തിൽ നിന്ന് പിന്നെ മാറി മാറി അങ്ങ് പോയി കഴിഞ്ഞാൽ കിഫ്ബി ഇത്രയും കാര്യം ചെയ്തതാര് പറയും? അത് നമുക്കറിയാം. ഇത് കിഫ്ബി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്ക് 70,000 കോടി രൂപയിലധികം വരുന്നു. കേരളത്തിലെ ഒരുപക്ഷെ ട്വിൻ ടണൽ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ലോകത്തെ ഏറ്റവും ഹൈറ്റിലുള്ള നമ്മുടെ ഹിമാചൽ പ്രദേശിലേക്ക് പോകുന്ന ആ ടണലുണ്ടല്ലോ, വളരെ അഭിമാനകരമായ അടൽ ടണൽ എന്നാണ് അതിൻ്റെ ആ സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മുടെ ലഹോസ്പതി ആ മേഖലയിലല്ലേ. കാരണം അതത്ര ഹൈറ്റിലാണ് അടൽ ടണൽ. അത്രയും ഒരു വലുതല്ലേ പോലും കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ മേഖലയിൽ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു സംഭവമായിരിക്കും. 1 കിലോമീറ്ററിൻ്റെ വ്യത്യാസം വലിപ്പം, അതിനേക്കാൾ 1 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇരട്ട ടണലാണ്. നമ്മുടെ ഈ വയനാട് എല്ലാം ഇടിഞ്ഞ് റോഡ് വീഴുന്ന ചുരത്തിൻ്റെ ഒക്കെ പ്രശ്നം പരിഹരിക്കുന്ന വലിയ പദ്ധതി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ പറ്റിയൊക്കെ കൂടി നന്നായിട്ട് നോക്കണം. ആ ചെലവ് ചുരുക്കാനുള്ള കുറേ നിർദ്ദേശങ്ങൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ ചില നിർദ്ദേശങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തെടുത്തിട്ടില്ല. നിങ്ങൾ ചില നിർദ്ദേശങ്ങളെ പറ്റി പറയുന്നത് ഇപ്പോൾ നടപ്പിലാക്കാത്തതിനെ പറ്റിയാണ് പറയുന്നത്. നമ്മളത് നടപ്പിലാക്കുന്നതിന് ചർച്ച ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പെൻഷൻ പല ആശയങ്ങൾ പലയിടത്തു നിന്ന് വരുന്നുണ്ടല്ലോ. ഈ പെൻഷൻ്റെ പിന്നെ പല സംഘടനകൾ, ഇപ്പോൾ യുവജന സംഘടനകൾ, പെൻഷൻകാരുടെ സംഘടനകൾ, അല്ലാത്ത സംഘടനകൾ, സർവീസിലുള്ളവരൊക്കെ പല ആവശ്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ വളരെ ഡ്രാസ്റ്റിക്കായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ വന്നെങ്കിലും ഇതുവരെ ചർച്ച ചെയ്ത് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. പല നിർദ്ദേശങ്ങളുണ്ട് ചെലവ് ചുരുക്കാൻ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മളെ വരവും ചെലവും തമ്മിൽ ഒത്തുപോകാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത് സ്ഥലത്തായാലും ഇത്തരം കാര്യങ്ങളെ ബാധിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെ പോവാതെ എങ്ങനെയും മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാമൂഹ്യ സേവന ചെലവുകൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പെൻഷനും ശമ്പളവും മാത്രമല്ല, കഴിഞ്ഞ 2 വർഷം ഈ കോവിഡ് വന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ തരത്തിലും ചെലവ് വർദ്ധിച്ചു, എല്ലാ മേഖലയിലും. എന്നിട്ടും നമുക്ക് ഈ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ആശങ്ക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഈ വർഷം നമുക്ക് കിട്ടിയ ഈ ഇതുവരെ നമ്മുടെ GSTക്ക് കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ അവർ അംഗീകരിച്ച ആ കാര്യം ഈ വർഷം ജൂൺ മാസത്തോടെ അവസാനിക്കും. പിന്നീട് അവർ വൺ ടൈമായിട്ട് നമുക്ക് തന്ന ഒരു പ്രത്യേക ഗ്രാൻഡ് ഉണ്ട്. അത് ഈ വർഷം അടുത്ത വർഷം കൊണ്ട് അത് തീരും. ഇതൊക്കെ നമുക്ക് തന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട വരുമാനത്തിൽ കുറവ് വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് കൂടുതൽ കാലം തരണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമ്മൾ ശക്തമായി ആവശ്യപ്പെടുകയാണ്. മറ്റു പല സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് GST കോമ്പൻസേഷൻ തരണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ കടമെടുക്കാനുള്ള പരിധി, ബോറോയിങ്, നമ്മുടെ GSTPയുടെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 5% അടുത്ത കുറച്ച് വർഷമെങ്കിലും നിർത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. കേന്ദ്രം നൽകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇത് എല്ലാം മനസ്സിലാക്കി, ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി കേന്ദ്രം ഒരു നിലപാടെടുത്താൽ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കേന്ദ്രത്തിൻ്റെ ഒരു നിലപാട് നമ്മളെ കുറേ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടുള്ള ഈ രംഗത്തുള്ള പ്രശ്നം. ഇപ്പോൾ ഈ വർഷത്തെ കൊടുത്തല്ല, ആകെ ഇതുവരെ ഉള്ള കണക്കുണ്ട്. 9304.37 ആണ് ഇതുവരെ മോട്ടോർ വെഹിക്കിളും സെസ് ഓൺ പെട്രോളും എല്ലാം കൂടെ വന്നിട്ടുള്ളത്. ഇതുവരെ കിഫ്ബിയിലേക്ക് പോയിട്ടുള്ള പണം. അപ്പം അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്ന് വ്യക്തമാക്കുന്നതാണല്ലോ. കാരണം നമ്മൾ ഈ ഇതും ഓരോ വർഷവും അത് ചെറിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കൊടുക്കുന്ന പണം അല്പാൽപ്പം വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത്രയും വലിയ പ്രൊജക്റ്റുകളെ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലേക്കാണ് തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയുള്ളൊരു മാനേജ്മെൻറ്റ് മോഡലാണുള്ളത്. പിന്നെ എല്ലാ മീറ്റിങ്ങിലും അതുപോലെ ഇൻറ്റേർണലായിട്ടും കിഫ്ബി ഇതിൻ്റെ
ഈ ഉള്ള പണം വെച്ചിട്ട് എങ്ങനെ കൊടുക്കാമെന്നുള്ളത് നോക്കി തന്നെയാണ് പ്രൊജക്റ്റുകളിൽ പോകുന്നത്. അതിനുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യം. നമ്മൾ കോവിഡിന്റെ കാലത്ത് നമ്മുടെ ഈ മോട്ടോർ വാഹന നികുതിയിലൊക്കെ കുറച്ച് ഡിപ്പ് വന്നല്ലോ. നമ്മൾ സർക്കാർ കുറേയധികം എക്സംഷൻ കൊടുത്തു പല സ്ഥലത്തും. പിന്നെ ഈ വണ്ടി ഉടമകൾ ജീപ്പം കൊടുത്തു ഒതുക്കിയിട്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു ആനുപാതികമായ ഡിപ്പ് കിഫ്ബിക്ക് കൊടുക്കുന്ന റവന്യൂവിന് നമ്മൾ വരുത്തുമോ വരുത്തേണ്ടതല്ല? അത് പിന്നെ അങ്ങനൊരു കാര്യം വന്നിരുന്നു. നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. 332 കോടിക്കടുത്ത് ആണ് അല്ലേ നമ്മൾ ഗവൺമെൻറ് ഈ വന്ന വലിയ ഷോർട്ടേജിനെ നേരിടാൻ 300 കോടിയിലധികം രൂപ, 332 എക്സാക്ട് 300 കോടിയിലധികം രൂപ. ഷോർട്ടേജ് മാത്രമല്ല സർ, 10% നമുക്ക് കൊടുക്കേണ്ട നിയമം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഇപ്പം കൊടുക്കുന്ന ടാക്സിൻ്റെ ഈ പെർസെൻറ്റേജിൻ്റെ കൂടെ 10% അടുത്ത വർഷം വർധന കൊടുക്കണം. അതിനൊരു ഷോർട്ടേജ് വന്നല്ലോ, ഈ പറഞ്ഞ പ്രത്യേക ഒരു സാഹചര്യത്തിൽ വന്നു. ആ ഒരു ഗ്യാപ്പ് 332 കോടിയോളം രൂപ നമ്മൾ കൊടുത്തു. അത് നമ്മുടെ ഈ മൊത്തത്തിൽ നടക്കുന്ന ഒരു പേസ്, അതിൻ്റെ ഒരു വളർച്ചയും അതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഇടയ്ക്ക് വെച്ചിട്ട് വിശ്വാസം പോയാൽ ആളുകൾക്ക് പണം കിട്ടുന്നില്ല. ബാങ്കുകൾ കടം തരുമ്പം നമ്മുടെ ഒരു മൊത്തത്തിലൊരു വരുമാനത്തെ സംബന്ധിച്ചൊക്കെ അസസ് ചെയ്യുമല്ലോ ഏജൻസീസ്, അതിനെ ബാധിക്കാത്ത തരത്തിലേക്ക് കൊടുത്തിട്ടാണ് എപ്പോഴും അത് മെച്ചമായ തരത്തിൽ തന്നെ ഈ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ട് കിഫ്ബിക്ക്. അത് കേരള സർക്കാർ അക്കാര്യത്തിനകത്ത് ഉറപ്പ് വരുത്തുന്നുണ്ട് എന്ന് ഗ്യാരണ്ടി ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ചെയ്ത് തന്നെയാണ് പോകുന്നത്. എനാക്ട്മെൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഈ എനാക്ട്മെന്റ് ലയബിലിറ്റി അങ്ങനെ ഉണ്ടെങ്കിൽ ആക്ടിനകത്ത് ഷോർട്ട് ഫോൾസ് മീറ്റ് ചെയ്യാവുന്ന ഒരു എനാക്ട്മെന്റ് ഉണ്ട്. പക്ഷേ ഇവിടെ ഗവൺമെൻറ് അതിനപ്പുറം പോയി. അതായത് ഈ കോവിഡ് വന്നപ്പോഴും 10% ഇത് വളരും എന്നുള്ള അസംഷൻ്റെ പുറത്ത്, അതായത് 10% ഉറപ്പ് വരുത്തുന്ന പോലെ, അതായത് ഷോർട്ട് ഫോൾ മാത്രമല്ല ഉറപ്പ് വരുത്തിയത്, 10% ഗ്രോത്ത് അസ്യൂം ചെയ്ത്. അപ്പോൾ അത്രയധികം പ്രൊആക്റ്റീവായിട്ട് കിഫ്ബി ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്ത് പോവുകയാണ്. അതൊരു ബെനവലൻ്റ് ആക്ട് എന്നല്ലേ എടുക്കണ്ട, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇത് നിലനിർത്തുന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ഗവൺമെൻറ്. ആ ഒരു ഫാക്ടർ ഉണ്ട് അതിനകത്ത്. അത് കിഫ്ബി ഏറ്റവും നന്നായിട്ട് നടക്കും, മുന്നോട്ട് കൊണ്ടുപോകും, ഈ കാര്യങ്ങളെല്ലാം എടുക്കും. കാരണം ഇതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെയോ പ്രാദേശികതയുടെയോ ഒന്നും വ്യത്യാസമില്ലാതാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. അത് നമുക്ക് നല്ല നേട്ടം ഉണ്ടാക്കുന്നതും മാറ്റം ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണത്. സാധാരണ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളും അവർക്ക് എലിജിബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും ന്യായമായി കിട്ടേണ്ട ആളുകൾ മാത്രമേ ഇത് മേടിക്കാവൂ. അല്ലാത്ത ആളുകൾ ചെയ്യുന്നത് വലിയ ദ്രോഹമാണ് സമൂഹത്തിനോട്, ഈ ആളുകളോട് എന്നുള്ള തരത്തിലേക്കൊരു നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് ഇനിയും തുടർന്ന് ശക്തമായിട്ട് നടക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഏറ്റവും നന്നായിട്ട് നടത്താൻ പറ്റൂ. രണ്ടാമത്തെ കാര്യം ഇവിടെ ജീവനക്കാരുടെ പുനർവിന്യാസത്തിൻ്റെ കാര്യമാണ്. തീർച്ചയായിട്ടും പുതിയ തരത്തിലുള്ള ജോലികൾ വരുമ്പോൾ അതിലേക്ക് ആളെ വേണ്ടി വരും. എന്നാൽ പലപ്പോഴും പഴയ തരത്തിലുള്ള ചില ജോലികളിൽ ആ ജോലി ചെയ്യേണ്ടതില്ല. അതിനാണ് സ്വാഭാവികമായിട്ടും വേണ്ടത്. അതിനെ കുറച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, കൂടുതൽ അക്കാര്യത്തിൽ നടക്കും. അത് നേരത്തെയുള്ള മന്ത്രിസഭയും നേരത്തെയുള്ള ഗവൺമെൻറ്റുകളുടെ വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, എന്നാൽ ശരി, എല്ലാവർക്കും നന്ദി. സംസ്ഥാനത്ത് പുതിയ വികസന പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം. 6943 കോടി രൂപയുടെ 44 പുതിയ പദ്ധതികൾക്കാണ് കിഫ്ബി ബോർഡ് യോഗം അനുമതി നൽകിയത്. ധനമന്ത്രി KN ബാലഗോപാൽ ഇത് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. അംഗീകാരം നൽകിയ പദ്ധതികൾക്ക് 17,052.89 കോടി ചെലവഴിച്ചു. 4,428.94 കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി പൂർത്തീകരിച്ചു എന്നും അദ്ദേഹം ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും 44 പദ്ധതികൾക്ക് കിഫ്ബി ബോർഡ് യോഗം അനുമതി നൽകുമ്പോൾ എറണാകുളം അയ്യമ്പുഴയിൽ ഗിഫ്റ്റിന്റെ ഭൂമി ഏറ്റെടുക്കലിന് 850 കോടി, അതുപോലെ തന്നെ കൊച്ചി ബാംഗ്ലൂരു ഇടനാഴിയുടെ ഭാഗമായ വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണത്തിന് 915.84 കോടി, ആനക്കാമ്പോയിൽ കല്ലാടി മേപ്പാടി ടണൽ റോഡ് നിർമ്മാണത്തിന് 2134.5 കോടി, ആലുവ മൂന്നാർ റോഡ് നവീകരണത്തിന് ഭൂമി ഏറ്റെടുക്കലിന് 653 കോടി, പേരൂർക്കട ഫ്ലൈ ഓവറിന് 50.67 കോടി, കിഴക്കേക്കോട്ട മണക്കാട് ഫ്ലൈ ഓവർ സ്ഥലമെടുപ്പിന് 95 കോടി, മലയോരപാത 65.57 കോടി, കാസർഗോഡ് മെഡിക്കൽ കോളേജ് നവീകരണത്തിന് 31.7 കോടി, ആലപ്പുഴയിലെ ഒറ്റമശ്ശേരി കാട്ടൂർ നെല്ലാണിക്കൽ മേഖലയിലെ പുലിമുട്ടി നിർമ്മാണത്തിന് 78.34 കോടി, റാന്നി താലൂക്ക് ആശുപത്രിക്ക് 15.6 കോടി, കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് 30.35 കോടി എന്നിങ്ങനെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്. 6943 കോടി രൂപയുടെ 44 പദ്ധതികൾക്കാണ് കിഫ്ബി ബോർഡ് യോഗം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു,
കൂട്ടിച്ചേർക്കാനുള്ളത്? ജീന, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കെഫ്ബിയുടെ 43ാമത് ബോർഡ് യോഗത്തിലാണ് 6,943.37 കോടി രൂപയുടെ 44 പുതിയ പദ്ധതികൾക്ക് ധനാനുമതി നൽകിക്കൊണ്ട് ഉത്തരവായിരിക്കുന്നത്. ഇതോടെ ആകെ 70,762.05 കോടി രൂപയുടെ 962 പദ്ധതികളാണ് കിഫ്ബിയിൽ ഇതുവരെ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇന്ന് നടന്ന ജനറൽ ബോഡി യോഗത്തിലും ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലുമായി പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 4,397.88 കോടി രൂപയുടെ 28 പദ്ധതികൾക്ക് രൂപം നൽകി. അതേസമയം ജലവിഭവ വകുപ്പിന് കീഴിൽ 273.52 കോടി രൂപയുടെ 4 പദ്ധതികൾക്കും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിൽ 392.14 കോടി രൂപയുടെ 7 പദ്ധതികൾക്കും അനുമതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റ് കോസ്റ്റ് കനാൽ വിപുലീകരണത്തിന് 3 പദ്ധതികളിലായി 915.84 കോടി രൂപയുടെ പദ്ധതിക്കും കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി എറണാകുളം അയ്യമ്പുഴയിലെ ഗിഫ്റ്റ്, അതായത് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ട്രേഡ് സിറ്റിയുടെ സ്ഥലമേറ്റെടുപ്പിനായി 850 കോടി രൂപയുടെ പദ്ധതിക്കും ആയുഷ് വകുപ്പിന് കീഴിൽ രണ്ടാം ഘട്ട സ്ഥലം ഏറ്റെടുപ്പിന്, അതായത് IRIA-യുടെ രണ്ടാം ഘട്ട സ്ഥലം ഏറ്റെടുപ്പിനായി 114 കോടി രൂപയുടെ പദ്ധതിക്കും അനുമതി നൽകിക്കൊണ്ട് ഇപ്പോൾ ധനാനുമതി നൽകിക്കൊണ്ട് ഉത്തരവായി എന്നുള്ളതാണ് ധനമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചത്. ശരി, റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇനി ധനമന്ത്രിയുടെ വാക്കുകളിലേക്ക്. പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു മോഡലായി അംഗീകരിക്കപ്പെട്ട നമ്മുടെ നാട്ടിലേക്ക് ദീർഘകാലത്തേക്ക് വേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇപ്പോൾ ചെലവ് ചെയ്യുകയും അത് ജനങ്ങളുടെ നാടിൻ്റെ സാമ്പത്തിക തൊഴിൽ സാമൂഹിക ജീവിതത്തിൻ്റെ വികസനത്തിനായിട്ട് വളരെ സഹായകരമായി മാറുന്ന ഒന്നാണെന്നുമുള്ള ആ കാഴ്ചപ്പാട് എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടാണ് കിഫ്ബി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ പുതിയ ചില നയങ്ങളും കിഫ്ബി മോഡലിൽ ചില കാര്യങ്ങൾ അവർ അംഗീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഇതൊക്കെ വിജയിക്കുമോ, ഇതൊക്കെ നടക്കുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന ആളുകൾക്ക് ഇതൊക്കെ നന്നായി നടക്കും. 50,762 കോടി രൂപയുടെ 955 അടിസ്ഥാന വികസന പദ്ധതികൾ, 955 വളരെ വലിയ അടിസ്ഥാന വികസന പദ്ധതികൾക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു. 20,000 കോടി രൂപയിലധികം വരുന്ന ലാൻഡ് അക്വിസിഷൻ പൂളിൽ ഉൾപ്പെടുത്തി 7 പദ്ധതികൾക്കും അനുമതി നൽകിയിട്ടുണ്ട്. 17,052.89 കോടി രൂപ ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 4,428 കോടി രൂപ പദ്ധതികൾ ഇപ്പോൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഒരു പണം നൽകേണ്ട സ്റ്റേജിലേക്കാണ് എത്തിയിരിക്കുന്നത്. പഞ്ചാബിൽ ഫെബ്രുവരി 20 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിന് തിരിച്ചടി. കോൺഗ്രസ് നേതാവും മുൻ റെയിൽവേ മന്ത്രിയുമായിരുന്ന അശ്വനി കുമാർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. 46 വർഷത്തോളം കോൺഗ്രസിൽ പ്രവർത്തിച്ച അശ്വനി കുമാർ സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു. കാലിത്തീറ്റ കുംഭകോണ കേസിൽ RJD നേതാവ് ലാലു പ്രസാദ് യാദവ് കുറ്റക്കാരനാണെന്ന് കോടതി. റാഞ്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് ലാലുവിനെ കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. സംഭവം നടന്ന 25 വർഷത്തിന് ശേഷമാണ് വിധി പുറത്തു വന്നിരിക്കുന്നത്. കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട 5ാമത്തെ കേസിലാണ് വിധിയുണ്ടായത്. 1990കളിൽ ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കെ ഡൊറണ്ട ട്രഷറിയിൽ നിന്ന് 139.35 കോടി രൂപ വഞ്ചനാപരമായ രീതിയിൽ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് കുറ്റം. ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 3 കേന്ദ്രങ്ങളിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ്. പൂക്കോയ തങ്ങളുടെ വീട്ടിലും MC കമറുദ്ദീന്റെ വീട്ടിലും MC കമറുദ്ദീന്റെ മഞ്ചേശ്വരത്തെ വാടക വീട്ടിലുമാണ് റെയ്ഡ് നടക്കുന്നത്. വിശദാംശങ്ങൾ നൽകാനായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, റെയ്ഡിന്റെ ഉദ്ദേശം എന്താണ്? വിശദാംശങ്ങൾ. ജീന, കാസർകോട്ടെ ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ തെളിവ് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം വിവിധ വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേസിലെ പ്രതികളായ പൂക്കോയ തങ്ങളുടെ ചന്തേരയിലെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. അതോടൊപ്പം MC കമറുദ്ദീന്റെ എടച്ചാക്കയിലെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. MLA ആയിരിക്കുന്ന MC കമറുദ്ദീന്റെ മഞ്ചേശ്വരത്തെ വാടക വീട്ടിലും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പെഷ്യൽ ടീം വിവിധ വിഭാഗങ്ങളായി പരമാവധി കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 180 കോടി രൂപയുടെ തട്ടിപ്പാണ് കാസർഗോഡും അതോടൊപ്പം തന്നെ ചെറുവത്തൂരിലെയും ഫാഷൻ ഗോൾഡുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. 780 പേരിൽ നിന്നായി നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കളുടെ എല്ലാം അറിവോടുകൂടി MC കമറുദ്ദീൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അറിവോടുകൂടി 780 പേരെ തട്ടിപ്പ് നടത്തിക്കൊണ്ട് 180 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സംസ്ഥാനത്തെ കേസന്വേഷണ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കേസ് എന്ന നിലയിലേക്ക് മാറിയിരുന്നു. 180
കേസുകൾ കാസർഗോഡ്, പയ്യന്നൂർ, ചന്തേര പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരുന്നു. 2019 ഡിസംബറിലാണ് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് നടത്തി കാസർഗോഡും ചെറുവത്തൂരും ജ്വല്ലറികൾ അടച്ചുപൂട്ടുന്നത്. അതിനുശേഷം പ്രതികൾ ഒളിവിലായിരുന്നു. MC ഖമറുദ്ദീൻ, അതോടൊപ്പം തന്നെ പൂക്കോയ് തങ്ങൾ വിദേശത്തും ഒളിവിലായിരുന്നു. പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്തു. പൂക്കോയ് തങ്ങൾ 97 ദിവസം സംഭവവുമായി ബന്ധപ്പെട്ട് റിമാൻഡിലായിരുന്നു. അതോടൊപ്പം തന്നെ MC ഖമറുദ്ദീനും റിമാൻഡിലായിരുന്നു. വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ ഒത്തുതീർപ്പിനുള്ള ഒരു ശ്രമം മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നു. പണം കൊടുത്ത് കേസ് ഒതുക്കി തീർക്കാനായിരുന്നു ആ ശ്രമം. എന്നാൽ ഈ പണം കൊടുത്ത് 6 മാസത്തിനകം കേസുകൾ ഒതുക്കാമെന്ന് നിക്ഷേപകരെ പറ്റിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഫാഷൻ ഗോൾഡുമായി ബന്ധപ്പെട്ട് നിക്ഷേപം നടത്തിയവരിൽ ഭൂരിഭാഗവും മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിരുന്നില്ല. പിന്നീട് 6 മാസം കഴിഞ്ഞും പണം കിട്ടാത്തപ്പോഴാണ് 180 പേർ പരാതിയുമായി വിവിധ സ്റ്റേഷനുകളിൽ ഓരോ ഘട്ടത്തിലായി എത്തിയത്. ഏതായാലും സംഭവത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. തെളിവുകൾ പരമാവധി ശേഖരിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയത്ത് വിവിധ ടീമുകളായി തിരിഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റെയ്ഡ് ഇന്ന് രാവിലെ തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. ശരി, സിജു കണ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്നും. അഴീക്കോട് +2 കോഴ അനധികൃത സ്വത്ത് സമ്പാദന കേസുകളുമായി ബന്ധപ്പെട്ട് KM ഷാജിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്തേക്കും. ഇന്നലെ 11 മണിക്കൂർ ED ഷാജിയെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് ഷാജി മടങ്ങിയത്. മുൻ MLAയും ലീഗ് നേതാവുമായ KM ഷാജിയെ 11 മണിക്കൂറാണ് കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ചോദ്യം ചെയ്തത്. അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ കേസുകളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. 2 വിഷയങ്ങളിലും വിജിലൻസ് ഷാജിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് എൻഫോഴ്സ്മെൻറ്റും അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം തുടർച്ചയായ ദിവസങ്ങളിൽ ED ഷാജിയെ ചോദ്യം ചെയ്തിരുന്നു. ഷാജിയുടെ ഭാര്യയെയും ED മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. 2 പേരുടെയും മൊഴികളിലെ പൊരുത്തക്കേടും ED കണ്ടെത്തിയിരുന്നു. അന്ന് വരുമാനവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ഷാജിക്ക് സാധിച്ചിരുന്നില്ല. അന്വേഷണം ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഷാജിയെ വീണ്ടും ചോദ്യം ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കൂട്ടാക്കാതെയാണ് ഷാജി മടങ്ങിയത്. അന്വേഷണത്തിൻ്റെ ഭാഗമായി ലീഗിൻ്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള 30-ലധികം പേരെ ED ചോദ്യം ചെയ്തിരുന്നു. KM ഷാജിയെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. കൈരളി ന്യൂസ്, കോഴിക്കോട്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവെച്ച CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പ്രകടനവും പൊതുസമ്മേളനവും ഒഴിവാക്കി 2 ദിവസമായി സമ്മേളനം ചുരുക്കി. പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻപിള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ജില്ലയിലെ പ്രതിനിധികളെ കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങി CPIMന്റെ പ്രമുഖ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. രാജ്യത്ത് ജനാധിപത്യം വലിയ വെല്ലുവിളി നേരിടുകയാണെന്ന് S രാമചന്ദ്രൻപിള്ള പറഞ്ഞു. പാർലമെന്റിനെ പോലും നോക്കുകുത്തിയാക്കുന്നു. ജമ്മു കാശ്മീരിനെ ഒറ്റ രാത്രി കൊണ്ട് 2ആക്കി മാറ്റി. ഒരു കാര്യത്തിലും സ്വതന്ത്രമായ ചർച്ച നടക്കുന്നില്ല. നീതിന്യായ സംവിധാനത്തെ പോലും അട്ടിമറിക്കുന്നു. ഭരണഘടനയുടെ അന്തസ്സത്തെയും ഇല്ലാതാക്കുകയാണെന്നും S രാമചന്ദ്രൻപിള്ള പറഞ്ഞു. ഇന്ത്യൻ ജനതയാകെ കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണത്തിലാണ്. വ്യക്തികളുടെ സ്വകാര്യത ചൂഷണം ചെയ്യുന്നു. മോദി ഗവൺമെൻറ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു. സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുത്ത് ഫെഡറൽ സംവിധാനം തകർക്കുന്നു. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നു. പ്രതിരോധ വ്യവസായങ്ങൾ വിദേശ കോർപ്പറേറ്റുകൾക്ക് നൽകുന്നു. വളരെ അപകടകരമായ സ്ഥിതിയാണ് രാജ്യത്തുള്ളതെന്നും SRP പറഞ്ഞു. പ്രതിനിധി സമ്മേളനത്തിന് മുൻപായി പുഷ്പാർച്ചന നടന്നു. സമ്മേളന വേദിയിൽ തയ്യാറാക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ദീപം തെളിയിച്ചു. G സുധാകരൻ സമ്മേളന നഗറിൽ പതാക ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, A വിജയരാഘവൻ തുടങ്ങി CPIMന്റെ പ്രമുഖ നേതാക്കളെല്ലാം സമ്മേളനത്തിൽ പങ്കെടുക്കും. നാളെ വൈകിട്ട് സമ്മേളനം സമാപിക്കും. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ. റഷ്യൻ സൈനിക നീക്കം തുടരുന്നതിനിടെ പ്രതിസന്ധി കയത്തിൽ കുടുങ്ങി ഉക്രൈൻ. പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ തുടർന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലിൻസ്കി. വിഷയത്തിൽ അമേരിക്കൻ ചേരിയുടെയും റഷ്യയുടെയും നിലപാട് എന്താകുമെന്ന ആശങ്കയിലാണ് ലോകം. അതേസമയം ഉക്രൈനിൽ തുടരുന്ന ഇന്ത്യക്കാരോട് തിരികെ എത്താൻ കീവിലെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 16-ന് ഉക്രൈൻ ആക്രമിക്കാൻ റഷ്യ പദ്ധതിയിടുന്നുവെന്ന ആരോപണവുമായാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലിൻസ്കി രംഗത്ത് വന്നത്. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലായിരുന്നു സെലിൻസ്കിയുടെ അഭിപ്രായ പ്രകടനം. എന്നാൽ പ്രസിഡന്റ് പരിഹാസരൂപേണ പറഞ്ഞതാണെന്നാണ് പ്രസിഡൻഷ്യൽ ഉപദേഷ്ടാവ് മിഖൈലോ പോഡ്ലിയാക്കിൻ്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം യുദ്ധം നടക്കുമെന്നതിന് എന്താണ് തെളിവെന്ന് ചോദിച്ച് പാശ്ചാത്യ ചേരിക്കെതിരെ സെലിൻസ്കി രംഗത്ത് വന്നിരുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ് തള്ളിയായിരുന്നു സെലിൻസ്കിയുടെ പരസ്യ പ്രതികരണം. എന്നാൽ റഷ്യ അമേരിക്ക തർക്കക്കയത്തിൽ കുടുങ്ങുകയാണ് ഉക്രൈൻ എന്നാണ് പുതിയ പ്രസ്താവനകൾ നൽകുന്ന സൂചന.
ഉക്രൈൻ വിഷയത്തിൽ നയതന്ത്ര പരിഹാരമുണ്ടാകുമെന്ന് ബോറിസ് ജോൺസണും ജോ ബൈഡനും പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഇരുവരും 40 മിനിറ്റോളം ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. ഉക്രൈനെതിരെ ആക്രമണം നടത്തിയാൽ റഷ്യ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന സൂചനയും ഇരുവരും പങ്കുവച്ചു. ഉക്രൈനെ നാറ്റോയോട് അടുപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് അമേരിക്കയും ബ്രിട്ടനും എന്ന് വ്യക്തം. എന്നാൽ റഷ്യയുമായി വലിയ വ്യാപാര പങ്കാളിത്തമുള്ള ഫ്രാൻസും ജർമ്മനിയും റഷ്യക്കെതിരായ ഈ നീക്കത്തോട് യോജിച്ചേക്കില്ല. യൂറോപ്യൻ മണ്ണിനെ യുദ്ധക്കളമാക്കാനാണ് അമേരിക്കൻ ലക്ഷ്യമെന്നും വിമർശനമുയരുന്നുണ്ട്. അതേസമയം ഉക്രൈൻ അതിർത്തിയിൽ വലിയ സൈനിക സന്നാഹങ്ങളുമായി റഷ്യ ഒരുങ്ങി തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട സാറ്റലൈറ്റ് ദൃശ്യങ്ങളും വീഡിയോകളും വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നു. റഷ്യൻ എക്സ്പാൻഷൻ പദ്ധതിയുമായി മുന്നോട്ട് പോകലാണ് പുടിൻ്റെ സ്വപ്നമെന്നാണ് മോസ്കോയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഇതിനിടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ ബാരലിന് $90 പ്രതിസന്ധി കടുത്താൽ ഈ ആഴ്ച തന്നെ വില $100 കടന്നേക്കും. വിഷയത്തിൽ ഇന്ത്യൻ നിലപാട് കൃത്യമല്ലാത്തതിനാൽ ഉക്രൈനിലെ 1,00,000 വരുന്ന ഇന്ത്യൻ സമൂഹവും ആശങ്കയിലാണ്. വിവിധ രാജ്യങ്ങൾ സ്വന്തം പൗരന്മാരെ പിൻവലിച്ചെങ്കിലും ഉക്രൈനിൽ തുടരുന്ന ഇന്ത്യക്കാർക്ക് ഇതുവരെ ഒരു നിർദ്ദേശവും ഇന്ത്യ നൽകിയിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്. സ്വപ്ന സുരേഷ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻപാകെ ഹാജരായി മടങ്ങി. ശാരീരികമായ അവശതകൾ ഉള്ളതിനാൽ ഇന്ന് മൊഴി കൊടുത്തില്ലെന്നും മറ്റൊരു ദിവസം എത്താമെന്ന് EDയെ അറിയിച്ചതായും സ്വപ്ന പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് സ്വപ്നയ്ക്ക് ED നോട്ടീസ് അയച്ചത്. ഐ ജസ്റ്റ് ടുക്ക് സം ടൈം, ഒരു 2-3 ദിവസത്തെ ടൈം ചോദിച്ചു. ബിക്കോസ് ഇത്രയും ട്രാവൽ ചെയ്ത് വന്നപ്പോൾ രാവിലെ എനിക്ക് ഇച്ചിരി വയ്യാതെയായി. സോ ലോയറിൻ്റെ അടുത്തും സംസാരിച്ചു. അപ്പോൾ അവർ എനിക്ക് 2-3 ദിവസത്തെ ടൈം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. KSEB ചെയർമാൻ സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. മൂന്നാറിൽ ഭൂമി നൽകിയതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ചെയർമാനോട് വിശദീകരണം ആവശ്യപ്പെട്ടെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി KSEB ചെയർമാനും രംഗത്തെത്തി. KSEB ചെയർമാനെതിരെ തൊഴിലാളികൾ സമരം ചെയ്യുന്നതിന് ഇടയിലാണ് സർക്കാരിനെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ചെയർമാൻ അശോക് കുമാർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. കുറിപ്പ് വിവാദമായതോടെ സർക്കാരിനെ വിമർശിച്ചിട്ടില്ല എന്ന ന്യായീകരണവുമായി വീണ്ടും പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് വിഷയത്തിൽ ഇടപെട്ട് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. ഇത് വന്നല്ലോ, ഞങ്ങൾ ചോദിക്കുമല്ലോ, എന്താ ഇതെല്ലാം ചോദിക്കില്ലേ? അദ്ദേഹം ചെയ്തത് ചോദിക്കും, മറ്റുള്ള ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്താണെന്ന് ചോദിക്കണം, അതെല്ലാം അറിയണ്ടേ, അന്വേഷിക്കണ്ടേ. എന്താ ഇങ്ങനെ പോസ്റ്റ് ഇടണ്ടായ കാരണം ചോദിക്കും. അതേപോലെ ഈ പോസ്റ്റ് ഇട്ട കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ അതും അന്വേഷിക്കണ്ടേ, എല്ലാം അന്വേഷിക്കണ്ടേ. തൊഴിലാളി സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചെയർമാന്റെ അഭിപ്രായം തന്റെ അറിവോടെയല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഭൂമി നൽകിയതുമായി ബന്ധപ്പെട്ട് ചെയർമാൻ ഉന്നയിച്ച ആരോപണങ്ങളും അന്വേഷിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അല്ല, ഇത് വന്ന പിന്നെ ഇത് അന്വേഷിക്കണമല്ലോ, കൃത്യമായി അന്വേഷിക്കണമല്ലോ. സർക്കാർ മറ്റേ ബോർഡിന്റെ ഭൂമി വേറെ ആൾ കൈവച്ചാൽ അത് ശരിയല്ലല്ലോ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത് യുവാവിനെ കൊന്നു കുഴിച്ചുമൂടിയെന്ന് മൊഴി. മറ്റൊരു കേസിൽ ചോദ്യം ചെയ്ത പ്രതിയിൽ നിന്നാണ് പോലീസിന് ഈ വിവരം ലഭിച്ചത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയുമായി പോലീസ് സംഘം പാലാപ്പുറത്തേക്ക് പുറപ്പെട്ടു. മൊഴി നൽകിയത് ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശി മുഹമ്മദ് ഫിറോസ്. വിശദാംശങ്ങൾ നൽകാനായി സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, എന്താണ് ഈ പ്രതി പറഞ്ഞത്? ജീന, പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. പ്രതിയെ പട്ടാമ്പിയിൽ അറസ്റ്റിലായ ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശി മുഹമ്മദ് ഫിറോസിൽ നിന്നാണ് പോലീസിന് ഈ വിവരം ലഭിച്ചിരിക്കുന്നത്. യുവാവിനെ കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുന്നു. പാലപ്പുറത്തിന് സമീപം അഴീക്കലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. മറ്റൊരു കേസിലാണ് മുഹമ്മദ് ഫിറോസ് അറസ്റ്റിലായത്. ആരാണ് കൊല്ലപ്പെട്ടത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാവും. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയുമായി പോലീസ് സംഘം ഇപ്പോൾ പാലപ്പുറത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരുടെയും മറ്റും സാന്നിധ്യത്തിലായിരിക്കും മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം നടക്കുക. ഏതാണ്ട് 1 മാസം മുൻപാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ശരി, സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ മാതമംഗലത്ത് CITU സമരത്തെ തുടർന്ന് കച്ചവട സ്ഥാപനം പൂട്ടിയെന്നത് കള്ളപ്രചരണം. സ്ഥാപനത്തിന് പുറത്ത് 50 ദിവസത്തിലധികമായി സമരം തുടരുന്നുണ്ടെങ്കിലും സാധനം വാങ്ങാൻ എത്തുന്നവരെ ഇതുവരെ തടയുകയോ കടയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ലേബർ ഓഫീസറും DYSPയും വ്യാപാരി സംഘടനകളും പലതവണ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും കടയുടമ ഒരു തവണ പോലും ചർച്ചയിൽ പങ്കെടുത്തില്ല. 6 മാസം മുൻപാണ് മാതമംഗലത്ത് SR അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം തുടങ്ങിയത്. ഇവിടെ തുടക്കം മുതൽ തന്നെ ചുമട്ടുതൊഴിലാളികളെ തൊഴിലെടുക്കാൻ അനുവദിച്ചില്ല. പകരം അതിഥി തൊഴിലാളികളെ ഉപയോഗിച്ചാണ് ചുമടിറക്കുന്നത്.
തൊഴിൽ നിഷേധിക്കരുതെന്ന് ചുമട്ടുതൊഴിലാളികൾ അഭ്യർത്ഥിച്ചെങ്കിലും കടയുടമ വഴങ്ങിയില്ല. തുടർന്നാണ് സ്ഥാപനത്തിന് പുറത്ത് പന്തൽ കെട്ടി അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. സമരത്തിന്റെ ഭാഗമായി കടയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയോ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരെ തടയുകയോ ചെയ്തില്ല. കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചതിനും ലൈസൻസ് ഇല്ലാത്ത മുറികളിൽ കച്ചവടം നടത്തിയതിനും പഞ്ചായത്ത് നോട്ടീസ് നൽകിയപ്പോഴാണ് സ്ഥാപനം താൽക്കാലികമായി പൂട്ടിയത്. ചില മാധ്യമങ്ങളെ ഉപയോഗിച്ച് സമരം കാരണമാണ് അടച്ചുപൂട്ടിയതെന്ന് കള്ളം പ്രചരിപ്പിക്കുകയായിരുന്നു. തൊഴിലാളികളും തൊഴിൽ ഉടമയും തമ്മിലുള്ള പ്രശ്നത്തിൽ രാഷ്ട്രീയമില്ലെന്നും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നും CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി C സത്യപാലൻ പറഞ്ഞു. മാതമംഗലത്ത് ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അവിടെ എല്ലാം ഈ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ഒരു പരാതിയും തൊഴിലാളികളുമായി ബന്ധപ്പെട്ടില്ല. കച്ചവടക്കാരും തൊഴിലാളികളും തമ്മിൽ ഒരു തൊഴിൽ പ്രശ്നവുമില്ല. എന്നാൽ ഇങ്ങനെ ഒരു സമാധാനപരമായ തൊഴിൽ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനും തൊഴിലാളികൾക്കെതിരായിട്ടുള്ള കള്ളപ്രചാരപരത നടത്താനുമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇവിടുത്തെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനും കേരളം വ്യവസായ സൗഹൃദമായ ഒരു നിലയിലേക്ക് വളരുന്നത് അതിനെ തളർത്താൻ കള്ളപ്രചാരപരത നടത്താനുള്ള ഒരു ഗൂഢപദ്ധതി ഇതിന് പിന്നിലുണ്ട് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. 20 വർഷത്തിലധികമായി മാതമംഗലം ടൗണിൽ ജോലി ചെയ്യുന്നവരാണ് ഇവിടെയുള്ള ചുമട്ടുതൊഴിലാളികൾ. ഇതുവരെയും ഒരു കച്ചവട സ്ഥാപനവുമായി ചെറിയ തൊഴിൽ തർക്കം പോലും ഉണ്ടായിട്ടില്ല. വ്യാപാരി സംഘടനകളായ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും ചർച്ചയ്ക്ക് മുൻകൈയെടുത്തിട്ടും SR അസോസിയേറ്റ്സ് ഉടമ ചർച്ചയിൽ പങ്കെടുത്തില്ല. പയ്യന്നൂർ DYSPയും ലേബർ ഓഫീസറും വിളിച്ചു ചേർത്ത ഒത്തുതീർപ്പ് ചർച്ചയും കടയുടമ ബഹിഷ്കരിച്ചു. പ്രശ്നപരിഹാരത്തിനുള്ള എല്ലാ ചർച്ചകളോടും കടയുടമ മുഖം തിരിച്ചതോടെയാണ് തൊഴിലാളികൾക്ക് സമരം തുടരേണ്ടി വന്നത്. സ്ഥാപനം തുറന്നു പ്രവർത്തിക്കണമെന്നും തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാനുള്ള അനുമതി നൽകണമെന്നുമാണ് ചുമട്ടുതൊഴിലാളികളുടെ അഭ്യർത്ഥന. കൈരളി ന്യൂസ്, കണ്ണൂർ. OLX വഴി ഹൈടെക് മോഷണം നടത്തുന്ന സംഘം കൊച്ചിയിൽ പിടിയിലായി. OLX വഴി വിൽപ്പന നടത്തുന്ന വാഹനത്തിൽ GPS ഘടിപ്പിച്ച ശേഷം മോഷ്ടിക്കുകയാണ് രീതി. രേഖകൾ ഒന്നും ഇല്ലാതെയാണ് വിൽപ്പന. പരപ്പനങ്ങാടി സ്വദേശി ഇക്ബാൽ, മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് ഹാഫിൽ, ശ്യാം മോഹൻ എന്നിവരാണ് പിടിയിലായത്. വിശദാംശങ്ങൾ നൽകാനായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ സംഘത്തിന്റെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിന് കൂടുതൽ പേർ ഇരയായിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു ഇവരുടെ മോഷണം? ജീന, അതേക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ഇക്കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതിയാണ് കാർ വിൽപ്പനയ്ക്ക് എന്ന പരസ്യം കണ്ട് ഈ പ്രതികളെ വിളിച്ചത്. അന്നേ ദിവസം തന്നെ പ്രതികൾ ഒരു കാറ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഭാഗത്ത് വെച്ച് വിൽപ്പന നടത്തുകയും ചെയ്തു. പിന്നീട് ഈ കാർ വാങ്ങിയവർ കാറുമായി തിരുവനന്തപുരത്തേക്ക് പോകും വഴി കൊച്ചി പാലാരിവട്ടത്തുള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്ന ഈ കാറ് ഈ OLX വഴി വിൽപ്പന നടത്തിയവർ തന്നെ ആ കാറ് മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു. പിന്നീട് ഈ പ്രതികൾ ബാംഗ്ലൂരിൽ ആഡംബര ജീവിതം നയിച്ചു വരികയാണ് ഈ പോലീസിന്റെ പിടിയിലായത്. ഇവരുടെ രീതി എന്ന് പറയുന്നത് ഈ OLX വഴി വിൽപ്പന നടത്തുന്ന വാഹനത്തിൽ രഹസ്യമായി GPS ഘടിപ്പിക്കും. പിന്നീട് ഈ വാഹനം നിരീക്ഷിക്കും. ഒപ്പം തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ GPS വഴി സെർച്ച് ചെയ്ത് ഈ വാഹനം എവിടെയാണ് എന്ന് കണ്ടെത്തി അവിടെ ഈ വാഹനം ഈ വിൽപ്പന നടത്തിയവരെ കണ്ണുവെട്ടിച്ച് ഈ കാറ് ഈ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് ഓടിച്ച് കൊണ്ടുപോവുകയാണ് പതിവ്. ആ രീതിയിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഈ തട്ടിപ്പിന്റെ രീതിയൊക്കെ ഇവർ പോലീസിനോട് വിശദീകരിക്കുകയായിരുന്നു. നേരത്തെയും ഇവർ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേസ് നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ. ശരി ഉമേഷ്, ഇടപെടുകയാണ്. OLX വഴി ഹൈടെക് മോഷണം നടത്തുന്ന സംഘമാണ് കൊച്ചിയിൽ പിടിയിലായത്. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും ഉമേഷ് നൽകിയത്.